വത്തിക്കാനിലേക്ക് ടൂറിസ്റ്റുകൾ രാവിലെ യാത്ര തിരിച്ചിട്ടുണ്ട്. അടിയന്തരമായി നടത്തുന്ന റോമ യാത്രയുടെ വിജയത്തിനായി വിശ്വാസികളുടെ പ്രാർത്ഥനാ സഹായം കൂടി ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മേജർ തട്ടിലും പാമ്പ്ലാനിയും വത്തിക്കാൻ വിളിപ്പിച്ചതനുസരിച്ച് റോമിലേക്ക് പുറപ്പെട്ടു. എറണാകുളം വിഷയത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരായും വിമത ശീഷ്മക്കാർക്ക് അനുകൂലവും അവർക്ക് പിന്തുണ നൽകുന്നതുമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് വത്തിക്കാൻ ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിലെ വിശ്വാസികൾക്ക്, രൂപതകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്, സിനഡ് സെക്രട്ടറിയായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഇരുവരും പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിനായി റോമിലേക്ക് യാത്ര തിരിച്ചെന്നും പരിശുദ്ധ പിതാവുമായി ആർച്ച് ബിഷപ്പ് വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു എന്നും അത് അനുവദിച്ചു എന്നുമാണ് മീഡിയ കമ്മീഷന്റെ വിശദീകരണം. ഏകീകൃത കുർബാന വിഷയത്തിൽ കാട്ടിയ അലംഭാവം കാരണമാണ് ഇരുവരെയും ഒന്ന് നേരിട്ട് കാണാൻ വത്തിക്കാൻ വിളിച്ചു വരുത്തി നേരിട്ട് തന്നെ വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചാനലുകളെല്ലാം ആ വാർത്ത നൽകിയിരുന്നു. അതോടെ അക്കിടിയിലായ വിമത നേതാക്കൾ ഒരു പടി കൂടി കടന്ന് റിപ്പോർട്ടർ ചാനലിനെ കൊണ്ട് റോമിൽ പോയ മേജറെയും മൈനറിനെയും കളിയാക്കുന്ന ഒരു ബ്രേക്കിംഗ് നൽകി. മേജർ ആർച്ച് ബിഷപ്പിനെ പാത്രിക്കീസ് ആയി ഉയർത്താനാണ് ഈ വിളിച്ചു വരുത്തലെന്ന്. പക്ഷേ അതിനെന്തിനാണ് സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഒപ്പം പോയതെന്നത് ചോദ്യം. പോയ വഴിക്ക് വിമതരോട് ഇരുവരുടെയും വക ഒരു ആഹ്വാനമുണ്ടായി. അടിയന്തരമായി നടത്തുന്ന യാത്രാ വിജയത്തിന് പ്രാർത്ഥനാ സഹായം ഉണ്ടാകണമേ. എല്ലാം ഒരു വിശ്വാസമാണല്ലോ അല്ലേ? വിശ്വാസികൾക്ക് വിശ്വാസം ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കുന്നതിലാണ്. വിമതർക്ക് വിശ്വാസം പാമ്പ്ലാനിയെയും സിനഡിനെയും പെട്ടെന്ന് കൈവക്കിലേക്ക് വന്നു, അവർക്ക് ആ പാത്രിക്കീസ് പട്ടം കിട്ടാൻ പോകുന്നു എന്നൊക്കെയാണ്. വിമതർക്ക് കിട്ടിയ അടി തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെയും സഹ ബിഷപ്പിനെയും വിളിച്ചു വരുത്തിയത് എന്നുകൂടി ഓർക്കണം. സീറോ മലബാർ സഭ ഏറെക്കാലമേ കാത്തിരുന്ന പാത്രിക്കീസ് പദവിയിലേക്ക് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടിൽ ഉയർത്തപ്പെടും എന്ന വാർത്ത വിശ്വാസികൾക്കിടയിൽ ആവേശം പകരുന്നതാണ്. അത് ഐക്യത്തിന് ശക്തി പകരുന്നത്. പക്ഷേ ഏറെ വൈകിപ്പോയി. അതാണ് വസ്തുത. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരിക്ക് കിട്ടാതെ പോയ പാത്രിയാർക്കീസ് പദവി സഭയിലെ എറണാകുള വിമത പ്രശ്നങ്ങൾ നേരെ ചൊവ്വെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പുലർത്തിയ നിസ്സംഗത, അലംഭാവം ഒക്കെ മൂലമായിരുന്നു. അതിന്റെ പേരിൽ മേജർ ആർച്ച് ബിഷപ്പ് പദവി പോലും രാജിവെക്കേണ്ടി വന്ന അവസ്ഥ ആലഞ്ചേരി പിതാവിനുണ്ടായി. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഏവരും കരുതിയ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മെത്രാൻ സിനഡിൽ നടത്തിയ വോട്ടെടുപ്പിൽ മേജർ ആർച്ച് ബിഷപ്പാകാൻ തയ്യാറാകാതെ വന്നത് മൂലമാണ് സഭയിലെ മെത്രാന്മാർക്കിടയിൽ അത്ര പ്രശസ്തനല്ലാത്ത മാർ തട്ടിൽ ആ സ്ഥാനത്തേക്ക് ഒരു വർഷം മുമ്പ് എത്തിയത്. അതോടെ എറണാകുളം വിമതർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുകയും സിനഡ് സെക്രട്ടറിയായ മാർ ജോസഫ് പാമ്പ്ലാനി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നേരെ തലശ്ശേരിയിൽ നിന്നും ഇങ്ങോട്ട് വന്ന് ചുമതലയേൽക്കുകയും അതിനെ തുടർന്ന് വിമത വൈദികരെ കൂടെ നിർത്തി സഭയുടെ ഏകീകൃത കുർബാന നടപ്പാക്കാതെ മുന്നോട്ട് പോകുകയും ചെയ്തിട്ടും വത്തിക്കാൻ ഇത്രയും കാലം വേണ്ടാതിരുന്നു. സഭയുടെ അത്യുന്നത പദവിയിൽ ആദ്യമായി എത്തുന്നത് ഇങ്ങനെ മേജർ ആർച്ച് ബിഷപ്പ് ആയ മാർ തട്ടിൽ എങ്ങനെ എന്നത് വിശ്വാസികളിൽ അത്ഭുതമുളവാക്കിക്കൊണ്ടിരിക്കവെയാണ് ഈ വിളിച്ചു വരുത്തൽ. മേജർ ആർച്ച് ബിഷപ്പിന്റെ വത്തിക്കാനിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണങ്ങൾ അവാസ്തവവും സത്യവിരുദ്ധവുമാണെന്ന് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ PRO ഫാദർ ടോം ഒലിക്കരോട്ട് അറിയിക്കുന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്, സിനഡ് സെക്രട്ടറി മാർ ജോസഫ് പാമ്പ്ലാനി എന്നിവർ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെ കാണുന്നതിനായി വ്യാഴാഴ്ച രാവിലെ റോമിലേക്ക് യാത്ര തിരിച്ചുവെന്ന് കമ്മീഷൻ അറിയിക്കുന്നു. ആർച്ച് ബിഷപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം ലിയോ 14 മാർപ്പാപ്പ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ മാസം 15 രാവിലെ 10 മണിക്കാണ്. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിയും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയവും വത്തിക്കാനിലുള്ള മറ്റ് കാര്യാലയങ്ങളും സന്ദർശിക്കും. അനുവദിച്ചാൽ, പരിശുദ്ധ സിംഹാസനം അനുവദിച്ചാൽ. ഇപ്പോഴത്തെ വിശ്വാസികളുടെ ചോദ്യം, കടല് കടന്നുപോയ മേജറും മൈനറും കാണാപ്പൊന്ന് കൊണ്ടുവരുമോ, അതോ മറ്റെന്തെങ്കിലും വത്തിക്കാനിൽ അത്ഭുതം സൃഷ്ടിക്കുമോ, അതോ മറ്റെന്തെങ്കിലും കൊണ്ടുവരുമോ? ഈ കാത്തിരിപ്പിലാണ് ഇപ്പോൾ എറണാകുളത്തെ മൊത്തം അതിരൂപതയിലെ, കേരളത്തിലെ മൊത്തം സീറോ മലബാർ വിശ്വാസികൾ.